ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ അയല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മീൻ ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3-4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണിലും കുറഞ്ഞ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ 1/4 ടീസ്പൂണിനേക്കാളും കൂടിയ അളവിലുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അതേസമയം നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതേസമയം നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തത് കാരണമാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ മീനിലൊക്കെ നന്നായിട്ട് ഉപ്പൊന്ന് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ അയല മീൻ എടുത്തതേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിനേക്കാളും കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം ഇത് സ്പൂൺ വെച്ചൊന്നും ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്